ഹായ്, ഐ എം നഫ്സിയ നിയാസ്. ഐ എം ഫ്രം തൃശ്ശൂർ. ഞാനിപ്പം ലേൺ വൈസിൻ്റെ ഫസ്റ്റ് ഇയർ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ബാച്ചിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. അതൊരു ലക്കായിട്ടാണ് ഇപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ആ ഒരു ലേണിംഗ് പാർട്ട് അതും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ ഒത്തിരി നാളായി അതൊരു ലോങ് ബ്രേക്ക് എടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പം നമ്മുടെ മാരേജിന് ശേഷം ഇപ്പം നമുക്കപ്പം റെസ്പോൺസിബിലിറ്റീസും മറ്റും കൂടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കും നമ്മുടെ ആ ഒരു പഠിക്കാനുള്ള ആ ഒരു ആഗ്രഹത്തെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളത് ഒതുക്കി വയ്ക്കും. എന്ന് പറഞ്ഞതുപോലെ എൻ്റെയും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയായിരുന്നു. എൻ്റെ ആ ഒരു മാരേജിൻ്റെ ആ ഒരു ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു +2 ടൈമായിരുന്നു. അപ്പോൾ അതിന് ശേഷം കുട്ടികളൊക്കെ ആയി ഒരു മോളായതിനു ശേഷം നമുക്കത് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് നമുക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ട ആ ഒരു അവസ്ഥ വന്നു. അപ്പം ഞാൻ ആ ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളൊരു പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന ഒരു ടൈമായപ്പോൾ ഞാനൊരു BCom കോഴ്സിന് വേണ്ടിയിട്ട് BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പം അന്നത്തേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ ഒരു ഇതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഒന്നും അവൈലബിൾ അല്ല ആ ഒരു ടൈമിൽ. അപ്പം കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മുടെ കിച്ചൺ വർക്കും കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾക്ക് വേണം കോളേജിലേക്ക് എത്താനായിട്ട്. അതൊരു പ്രൈവറ്റ് കോളേജായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് ഡിസ്കണ്ടിന്യൂ ആക്കേണ്ടി വന്നു. കുട്ടിയുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ അതിനുശേഷം ഒത്തിരി ഒരു 10 വർഷത്തോളം ബ്രേക്ക് എടുക്കേണ്ടി വന്നു എനിക്ക്. അതിന് ശേഷമാണ് ഞാനിങ്ങനെ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ഒരു മോണ്ടിസോറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുശേഷം എന്ത് തന്നെയായാലും ഒരു ഗ്രാജുവേഷൻ കൂടി തീരൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം മനസ്സിലുണ്ട്, അതിന് മുന്നേ എനിക്ക് ഗ്രാജുവേഷൻ വേണമെന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു മോണ്ടിസോറി കോഴ്സ് ചെയ്തപ്പം കുറച്ചുകൂടി കോൺഫിഡൻസ് കൂടി. അപ്പം നമുക്ക് എന്ത് തന്നെയായാലും നമുക്കൊരു ഗ്രാജുവേഷൻ വേണം, നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ലേൺ വൈസിൻ്റെ വീഡിയോ കാണുന്നത്. അപ്പം ഞാനത് കൂടുതൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എന്നെപ്പോലുള്ള ആ ഒരു എന്താ പറയുക, എന്നെപ്പോലെ ആ ഒരു ഹൗസ് വൈഫായിട്ടുള്ള എല്ലാ വുമൺസിനും പറ്റിയ ഒരു ഓപ്ഷനാണെന്ന് തോന്നി, ബെറ്റർ ഓപ്ഷനാണെന്ന് തോന്നി. കാരണം ഞാൻ ആ കോഴ്സ് എൻ്റെ ഡിസ്കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇനി എങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? സത്യത്തിൽ നമുക്കത് ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു ആ കോഴ്സ്. അതായത് ഞാൻ ആ കോളേജിലൊക്കെ പോയിരുന്നതും അത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ അതവിടെ ഡിസ്കണ്ടിന്യൂ ആയി കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ വന്നു, ഇനിയിപ്പോൾ എനിക്ക് എന്താ ഓപ്ഷനുള്ളതെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ചിന്തിച്ചു തുടങ്ങി, IGNOU യൂണിവേഴ്സിറ്റീനെ കുറിച്ച് അറിഞ്ഞപ്പം ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണല്ലോ, അത് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്നുള്ളത് വിചാരിച്ചിരുന്നു. പക്ഷെ അതിലേക്ക് എങ്ങനെ എത്തണമെന്നുള്ളത് അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. പക്ഷേ ഞാൻ ഈ ലേൺ വൈസിൻ്റെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇത് കോണ്ടാക്ട് ചെയ്തു. പക്ഷേ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ആ ഒരു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും കിട്ടി. അപ്പോഴാണ് അറിയുന്നത് IGNOU യൂണിവേഴ്സിറ്റിയിൽ തന്നെ, അതായത് ഇവർ തന്നെ അഡ്മിഷനും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സും മറ്റും ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് വഴി അവർ തന്നെ എല്ലാ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ അവർ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പം നമുക്ക് നമ്മുടേതായ ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ക്ലാസ് കേൾക്കാൻ കഴിയും. പിന്നെ നോട്ട്സും കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നെ ഇവരുടെ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് IGNOUവിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളും എല്ലാം
പിന്നെ ഇവരെ എക്സാം സ്പെഷ്യൽ ഗൈഡ് ഉണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ബുക്ക് ഉണ്ട്. അപ്പം നമുക്ക് ആ ഒരു അതായത് എഗ്നോൻ്റെ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും ഷോർട്ടായിട്ട് നമുക്കത് മനസ്സിലാവുന്ന വിധത്തിൽ ഇവരുടെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആപ്പിലൂടെ നമുക്ക് ലഭ്യമാണ്. അപ്പം എനിക്കത് സത്യത്തിൽ ഇതൊരു വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഓപ്ഷനാണ്. കാരണം നമുക്കത് പ്രത്യേകിച്ച് എന്നെ പോലുള്ള എല്ലാ വുമൻസിനും ഒരു ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഒരു സംഭവമാണിത്. കാരണം നമുക്ക് നമ്മുടെ ടൈമിനനുസരിച്ച് ക്ലാസ് കേൾക്കാൻ പറ്റും. നമ്മൾ അതിനായിട്ടൊരു ടൈം സെറ്റ് ചെയ്യണമെന്നുള്ളൂ. നമ്മൾ നമ്മുടെ അതായ ഒരു ഫ്രീ ടൈം നമ്മൾ കണ്ടെത്തി അതിനായിട്ട് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാജുവേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, PG കോഴ്സ് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എന്താ പറയുക, ആ ഒരു ലേണിംഗ് എന്നുള്ളത് അത് എത്ര പ്രായമായാലും അത് എൻജോയ് ചെയ്ത് നമ്മൾ പഠിക്കുക എന്നുള്ളത് അതിനാഗ്രഹമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. പിന്നെ നമുക്കിതിൽ മെൻറ്റർ അവൈലബിൾ ആണ്, മെൻറ്റേഴ്സിന് അവൈലബിൾ ആണ്. അപ്പോൾ ആ മെൻറ്റേഴ്സിനെ നമുക്ക് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇതിൻ്റെ ഒരു അസൈൻമെൻറ്റ് പാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിരിക്കും. മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. പിന്നെ അവരെ വീക്കിലി കോള് കാര്യങ്ങൾ നമ്മൾ ഏത് വരെയും പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ലൈവ് ക്ലാസ് സെഷൻസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ അപ്പോൾ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു റിവിഷൻ ലൈവ് ക്ലാസ് അത് നമുക്ക് ലഭ്യമാണ്. അതൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു ഇത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്ന എൻ്റെ ആ ഒരു കരിയർ എനിക്കത് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. സോ താങ്ക് യു ലവ്വേഴ്സ്.